കേരളത്തിൽ വീടില്ലാത്തവർക്ക് ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് എല്ലാ ആൾക്കാർക്കും പ്രയാസങ്ങളും വിഷമങ്ങളാണ്. അതുതന്നെ അവർ ഷെഡിലും ഷീറ്റ് വലിച്ചൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ വാടക വീട്, അപ്പോൾ അത് വിൽക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ട. അങ്ങനെ പല പ്രശ്നങ്ങളാണ്. അവർക്ക് ജീവിക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഇതിന് ഒരു വീടില്ലാത്തവരുടെ ഒരു രജിസ്ട്രേഷൻ നടപ്പാക്കുക. ഈ നടപ്പാക്കിയിട്ട് എല്ലാ ആൾക്കാരും അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് സ്ഥലമുള്ളവർക്കും വീട് പണിത് കൊടുക്കുക, സ്ഥലം ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് പണിത് ഒരു ഏരിയയിൽ പണിത് കൊടുക്കുക. അതുപോലെ തന്നെ ഹോം സ്റ്റേ കണക്കിന് എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡിലും പണിയുക. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. കാലത്ത് എണീച്ച് പോവാം, വൈകിട്ട് പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് ഒരു പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ല. അതുപോലെ തന്നെ പല സംഘടനകളുടെ എല്ലാണെങ്കിലും ഈ ഫണ്ടെല്ലാം ഈ രജിസ്ട്രേഷൻ ആപ്പിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് വീടുകൾ പണിയാം. അതുപോലെ തന്നെ വീടില്ലാത്തവരുടെ എല്ലാ വ്യക്തിയിലും കുടുംബത്തിലും ചെന്ന് അത് അപേക്ഷ സ്വീകരിച്ച് അർഹതപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് വീടുകൾ പണിത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഗ്രാമസഭയിലൊക്കെ ഒരു അർഹതപ്പെട്ടവർക്കൊന്നും വീട് കിട്ടണില്ല. ഓരോ ആൾക്കാർക്ക് അതാത് സമയത്തുണ്ടാവുന്ന കുറച്ച് സിൻഡിക്കേറ്റ് ഗ്രൂപ്പുകളെ കൂടി അത് ഓരോരുത്തർക്ക് കിട്ടുന്നു. അർഹതപ്പെട്ടവർക്ക് കിട്ടണില്ല. അർഹതപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ എല്ലാ വീടുകളും വ്യക്തികളും കണ്ട് അപേക്ഷ കൊടുത്താൽ മാത്രമാണ് അവർക്ക് ഉചിതമായിട്ട് വീടില്ലാത്തവർക്ക് അത് എത്രയും പെട്ടെന്ന് അത് കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ പല ജപ്തിയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്, തെരുവിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം.